ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിക്കൻ മസാല റൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരി നന്നായിട്ട് വേവിച്ചെടുത്തത്, അതിനോടൊപ്പം തന്നെ ഒരു 250 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് നന്നായിട്ട് വേവിച്ചത്, 2 കോഴിമുട്ട, 2 വലിയ സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ആവശ്യത്തിന് കറിവേപ്പില, 2 തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിനോടൊപ്പം തന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്, ആവശ്യമുള്ള എണ്ണയും ഉപ്പും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണിയൻ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. ഏകദേശം നമ്മുടെ ഓണിയൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, അതിനോടൊപ്പം തന്നെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കതിനെ വഴറ്റിയെടുക്കാം. ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. 2 മുട്ട നമ്മൾ എടുത്ത് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നന്നായിട്ട് മസാലകളൂടെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓൾറെഡി ബോയിൽ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് മിക്സായി നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി കിട്ടും. അതൊരു നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഏകദേശം നമുക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. മസാലയൊക്കെ ചോറിൻ്റെ കൂടെ ഒന്ന് പെരണ്ട് വരത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഏകദേശം നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മസാല റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീടുകൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.